പുനർനിർമ്മാണം നടത്തുന്ന വേലൂർ കിടായിപ്പാടം മിനി ഡാമിന്റെ സംരക്ഷണ ബണ്ടുകൾ മഴയിൽ തകർന്നു. നിർമ്മാണത്തിലെ അപാകതയാണ് മഴ തുടങ്ങുമ്പോഴേക്കും ബണ്ടുകൾ തകർന്നു വീഴാൻ ഇടയാക്കിയതെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തി. വേലൂർ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയാണ് കിടായിച്ചിറ. 4 ഏക്കറോളം വിസ്തൃതിയുള്ള തടാകത്തിന്റെ പുനർനിർമ്മാണം നടത്തുന്നത് 3 കോടി രൂപ ചെലവഴിച്ചാണ്. സംസ്ഥാന സർക്കാർ ജലവിഭവ വകുപ്പ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയാണ് ഫണ്ട് അനുവദിച്ചത്. നിർമ്മാണം പുരോഗമിക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഒരു വശത്തെ സംരക്ഷണ ബണ്ട് തകർന്നത്. മണ്ണ് തടഞ്ഞു നിർത്തുന്നതിനു വേണ്ടി കെട്ടിയിരുന്ന കോൺക്രീറ്റ് ഭിത്തി ഏകദേശം 100 മീറ്റർ നീളത്തിൽ വിണ്ടുപൊട്ടി തകർന്നു വീഴുകയായിരുന്നു. മറുവശത്തെ കെട്ടും ഏത് നിമിഷവും തകരാവുന്ന അവസ്ഥയിലാണ്. തകർന്ന ഭാഗത്തെ മണ്ണ് ചിറയിലേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട്. നിർമ്മാണത്തിലെ അപാകതയും അഴിമതിയുമാണ് മഴ പെയ്തു തുടങ്ങിയപ്പോൾ തന്നെ ബണ്ട് തകരാൻ ഇടയാക്കിയതെന്ന് കോൺഗ്രസ് വേലൂർ മണ്ഡലം പ്രസിഡന്റ് ഫ്രെഡി ജോൺ, പഞ്ചായത്ത് മെമ്പർ നിധീഷ് ചന്ദ്രൻ വട്ടംപറമ്പിൽ എന്നിവർ പറഞ്ഞു. ഇതിന്റെ എസ്റ്റിമേറ്റ് നോക്കുകയാണെങ്കിൽ ഇതിലെ വെള്ളം വറ്റിക്കാൻ കാശ്, മണ്ണെടുക്കാൻ കാശ്, ഇതൊക്കെ ഓൾറെഡി ഈ 3 കോടിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു. ഇനി അടുത്ത പ്രാവശ്യം അടുത്ത 3 കോടി വയ്ക്കും ഇവര്. ഇങ്ങനെ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ മൊത്തത്തിൽ എല്ലാ പണിയിലും അഴിമതിയുടെ ഇത് നമ്മൾ ഈ മഴ തുടങ്ങിയപ്പോൾ കണ്ടു കഴിഞ്ഞു. നാഷണൽ ഹൈവേ മുതൽ സാധാരണ റോഡുകൾ വരെ ഇടിഞ്ഞു. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. വേലൂർ ഗ്രാമപഞ്ചായത്ത് വളരെയധികം കൊട്ടിഘോഷിച്ച് നടത്തിയ ഒരു പദ്ധതിയാണ് ഈ കിടായിച്ചിറ പദ്ധതി പുനരുദ്ധാരണം. അത് ഒരു മഴയ്ക്ക് തകർന്നെങ്കിൽ ഇനി അടുത്ത ഈ മഴക്കാലം കഴിയുമ്പോൾ ഈ ചിറ തന്നെ ഇവിടെ ഉണ്ടാവുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇവിടുത്തെ പ്രദേശവാസികളും വളരെ ഉത്കണ്ഠയിലാണ്. കാരണം അവരുടെ കയ്യിൽ നിന്നൊക്കെ സ്ഥലം ഏറ്റെടുക്കുകയും ഈ വെള്ളം വന്ന് തള്ളി അവരുടെ വീടുകളിലേക്കൊക്കെ എത്താൻ സാധ്യതകളാണ്. ശാസ്ത്രീയമായ രീതിയിലല്ല നിർമ്മാണം എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. സംരക്ഷണ ഭിത്തിയുടെ അടിഭാഗം ബെൽറ്റ് വാർത്ത് ഉറപ്പിച്ചിട്ടില്ലെന്നും റിങ് കമ്പികളും കെട്ടുകമ്പികളും ഇടാതെ കനം കുറഞ്ഞ 3-4 കമ്പികളിട്ടാണ് മണ്ണ് തടയുവാനുള്ള ഭിത്തിയുടെ മുകൾ വശം വാർത്തിട്ടുള്ളതെന്നും കോൺഗ്രസ് ആരോപിച്ചു. ഇതിനിട്ടിരിക്കുന്ന കമ്പി പോലും ഇടാതെയാണ് ഇത് പണിതിരിക്കുന്നത്. ഒന്നും കൊടുത്തിട്ടില്ല, ഇതിന്റെ അടി ബലപ്പെടുത്തിയിട്ടില്ല. എന്തോ കുറച്ച് ഫണ്ട് അത് അവരുടെ പോക്കറ്റിലേക്ക് എത്താൻ വേണ്ടി ചെയ്തിട്ടുള്ള പണിയാണ്. പദ്ധതിയുടെ നിർമ്മാണം പാതിയാകുമ്പോഴേക്കും 1.5 കോടി രൂപ കരാറുകാരൻ കൈപ്പറ്റിയെന്നും നിർമ്മാണത്തിലെ അപാകതകൾക്കും അഴിമതിക്കുമെതിരെ വിജിലൻസിൽ പരാതി നൽകുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു.